നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളുടെയും യങ്സ്റ്റേഴ്സിന്റെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആയ പാസ്തയാണ്. റെഡ് സോസ് പാസ്ത ഇന്ത്യൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് പാസ്ത ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം സിലിണ്ടറിക്കൽ സൈസിലുള്ള പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മാക്രോണി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ബോയിൽ ചെയ്തെടുക്കണം. ഇതൊന്ന് മാറ്റി വെക്കാം. അതിനു മുന്നേ നമ്മൾക്ക് ചെയ്യേണ്ടത്, ഇവിടെ സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടൊമാറ്റോ വേണം. ടൊമാറ്റോ ഞാനിവിടെ പാസ്ത കുറവായതുകൊണ്ട് ഒരു വലിയ ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഒരു കുറഞ്ഞത് ഒരു 3 to 4 ടൊമാറ്റോ വേണം. നിങ്ങളൊരു 200 ഗ്രാം പാസ്തയാണ്, 200 ഗ്രാം പാസ്തയ്ക്ക് ഒരു 3 to 4 ടൊമാറ്റോ, മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ സൈസിലുള്ള 3 to 4 ടൊമാറ്റോ എടുക്കുക. ഇതൊരു വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഞാനിപ്പം 1 എടുക്കുന്നുള്ളൂ. ഇത് നമുക്കിതിന്റെ സ്കിൻ ഒന്ന് എടുത്ത് കളയണം ഈ ടൊമാറ്റോയുടെ. അപ്പോൾ എന്തായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക ഈ ഫ്രണ്ട് വശം. എന്നിട്ട് ഇതില്ല, ഇതൊന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഈ അഴുക്ക് ഭാഗമില്ല ഇവിടെ ഇതൊന്ന് എടുത്ത് കളയാം. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ഈ പുറകു വശത്ത് ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്താൽ മതി പതുക്കെ 4 വശവും. അപ്പം അത് ആ സ്കിൻ നമുക്ക് ഊരിയെടുക്കാനായിട്ട് കുറച്ച് എളുപ്പമാകും. ഓക്കെ, ഇനി ഇത് നമ്മൾ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തു, അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. കാരണം നമുക്ക് ഇത് ഒരു 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ബോയിൽ ചെയ്യുമ്പോൾ ആ സ്കിൻ ഇളകി തന്നെ പൊക്കോളും. മാക്സിമം ചില സമയത്ത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ടൊമാറ്റോന് നല്ല കളർ ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന നാടൻ ടൊമാറ്റോ ആണെങ്കിൽ, അപ്പം ബോംബെ ടൊമാറ്റോ ഉണ്ട്, നീണ്ട ടൊമാറ്റോ ഇല്ലേ, അതിനകത്ത് കുരുവ് സീഡ്സ് കുറവായിരിക്കും. അപ്പോൾ അതിന് കളർ നല്ലതായിരിക്കും. കഴിയുന്നതും ആ ടൊമാറ്റോ എടുക്കാൻ ശ്രമിക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ആ ടൊമാറ്റോ ഇല്ല, സോ ഐ എം യൂസിങ് ദിസ് ടൊമാറ്റോ. അപ്പോൾ ഇതിന് കളറുണ്ടൊരു വിധമെങ്കിലും. ഈ പാസ്തയ്ക്ക് നല്ലൊരു കളർ കിട്ടണമെങ്കിൽ നമ്മൾ റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി പൗഡർ അല്ലെങ്കിൽ റെഡ് ചില്ലി വോൾ ഇത് യൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ റെഡ് ചില്ലിയാണ് ഇതിൻ്റെ കൂടെ ഈ കശ്മീരി ചില്ലി ആഡ് ചെയ്യാൻ പോണത്. ഇതിനകത്തുനിന്ന് ഈ സീഡ്സ് അങ്ങ് എടുക്കുക. നമുക്ക് എരിവ് അങ്ങനെ വേണ്ടല്ലോ, എരിവ് നമ്മൾ വേറെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റെഡ് ചില്ലി ഇതിൻ്റെ കൂടെ വെള്ളത്തിലിടുക. ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിന് നല്ല കളറായിരിക്കും. ഇത് കശ്മീരി ചില്ലിയാണ്. കശ്മീരി ചില്ലിക്കേ കളർ ഉണ്ടാവുള്ളൂ, അതാണ് കശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. നല്ല കളറായിരിക്കും ഈ ടൊമാറ്റോ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ. അപ്പം ഞാനിവിടെ ഒരു കശ്മീരി ചില്ലിക്ക് എരിവില്ല, അപ്പം ഞാനൊരു 3 കശ്മീരി ചില്ലിയാണ് 100 ഗ്രാം പാസ്തയ്ക്ക് ആഡ് ചെയ്തത്. ഇതിൻ്റെ ഈ സീഡ്സ് അങ്ങ് എടുത്ത് കളയുക കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഒരു 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, 1 to 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ബോയിൽ ചെയ്യുക. അപ്പം നമ്മളുടെ ടൊമാറ്റോ ഇവിടെ ഞാനൊരു 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നല്ലതുപോലെ സ്കിൻ ഇപ്പോൾ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഈ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയണം. എന്നിട്ട് ഈ തക്കാളിയും ഈ ചുവന്ന മുളകും നമ്മളുടെ കശ്മീരി ചില്ലിയും കൂടെ ഒരു ബോളിലോട്ട് ഇട്ടിട്ട് നല്ല ഒരല്പം നോർമൽ തണുത്ത വെള്ളം ഒഴിച്ചു വെക്കുക. ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് വെള്ളത്തിലോട്ട് ഒന്ന് ഇട്ട് വെക്കുക. അപ്പോൾ ഒന്ന് തണുത്തും കിട്ടും. നമുക്ക് ആ വെള്ളത്തോടെ തന്നെ ഇത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പാസ്തയ്ക്കുള്ള വെള്ളം ഇവിടെ തിളച്ച് കഴിഞ്ഞു. ഇതിനകത്തോട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ജസ്റ്റ് 1 സ്പൂൺ ഒലിവ് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ കേട്ടോ, ജസ്റ്റ്. അതായത് പാസ്ത ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഒലിവ് ഓയിലാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. ഒരു 1 ടേബിൾ സ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തു നമ്മൾ, ഒരുപാട് വേണ്ട. ഇനി നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 10 to 12 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അതായത് ആ പാസ്തയുടെ കവറിന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റ് കുക്ക് ചെയ്യണമെന്ന്. 10 to 12 മിനിറ്റ്. അതിൽ എഴുതിയിരിക്കുന്നത് 8 മിനിറ്റ് എന്നാണ്. പക്ഷേ 8 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്താൽ ഇത് പ്രോപ്പർ കുക്ക് ആവൂല. അപ്പം കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. 1, ഇത് ഓവറായിട്ട് കുക്കായി പോകരുത്. 2, നമ്മളിതൊന്ന് എടുത്ത് കട്ട് ചെയ്ത് നോക്കുക. ഒരു 90% കുക്കാവുമ്പോൾ നമുക്ക് വാങ്ങാം. ഒരു 10 to 12 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഓരോന്നും ചെയ്യേണ്ടത്. നമ്മൾ പാസ്ത ഒരു സൈഡിലോട്ട് വേവിക്കാൻ വെക്കണം. ടൊമാറ്റോ സോസിനായിട്ടുള്ള അടുത്ത തയ്യാറെടുപ്പ് നമുക്ക് തുടങ്ങാം. നമ്മളുടെ മുളകെല്ലാം ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടല്ലേ. അതുപോലെ ഈ ടൊമാറ്റോ നമ്മളെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഈ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം അത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഞാനൊരല്പം നല്ല വെള്ളത്തിലോട്ട്, കുറച്ച് നല്ല വെള്ളത്തിലോട്ടാണ് ഇത് ഇട്ട് വെച്ചിരുന്നത്. ഇത്രയും വെള്ളത്തിലോട്ട് ഇട്ട് വെക്കും. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിലോട്ട്. ഈ വെള്ളം കളയരുത്. ഇത് വേണം നമുക്ക് അരച്ചെടുക്കാൻ സോസായിട്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് തന്നെ നമ്മളങ്ങ് അരിഞ്ഞിടുക. ഈ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. എന്നിട്ട് ഇതിന് നമുക്ക് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നമുക്ക്, ഈ മുളകും ഈ ടൊമാറ്റോയും കൂടെ. അപ്പോഴേ നമുക്ക് സോസിനുള്ള ഇത് കിട്ടുള്ളൂ.
നമുക്ക് ഒരു മിക്സിയിലോട്ട് ഇത് ആഡ് ചെയ്യുക. ചെറിയ ജാർ എടുക്കരുത്, അപ്പോൾ ഇത് വെള്ളമുള്ളത് കൊണ്ട് പുറത്തോട്ട് വരും വെള്ളം അതിൻ്റെ. നമ്മുടെ പാസ്ത ഇവിടെ വെന്തിട്ടുണ്ടോ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, 10-12 മിനിറ്റ് ആവണം. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇത് കട്ടാവുന്നുണ്ട്, പക്ഷേ അങ്ങ് ഒരുപാട് സോഫ്റ്റും അല്ല, ഇത് കട്ടായുന്നുണ്ട് കേട്ടോ, കട്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം വെന്തു എന്നുള്ളതാണ്. പക്ഷെ നമുക്കിത് ഒരുപാട് അങ്ങ് കുഴയ്ക്കണ്ട, അടിക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കണം, ഒത്തിരി ഹാർഡും ആയിരിക്കരുത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് പാസ്ത മാറ്റി വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പാസ്തയും സോസും എല്ലാം റെഡിയാണ്, വെജിറ്റബിൾസും റെഡിയാണ്. നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരൽപ്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 സ്പൂണോളം ഒലിവ് ഓയിൽ മതി, ഒരുപാട് ഒലിവ് ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വളരെ കുഞ്ഞായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഗാർലിക്, അതായത് വെളുത്തുള്ളി. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ചോപ്പ് ചെയ്ത് കേട്ടോ. ഇത് നമുക്കിവിടെ വേണ്ടത് ഒരു ചെറിയ സവാള. എത്രയും ക്വാണ്ടിറ്റി ഉണ്ടോ നമ്മളുടെ പാസ്തേൻ്റെ, അപ്പോൾ പാസ്തയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഈ സവാള ഇടാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുമായതുകൊണ്ടാണ് ഞാൻ ഈ ചുമന്നുള്ളിയും ഒരൽപ്പം വെജിറ്റബിൾസും ആഡ് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുമായതുകൊണ്ട് ഞാൻ ഈ സവാളയും കൂടെ ആഡ് ചെയ്യുന്നത്, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള. അപ്പം ഇത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റണ്ട, ക്രിസ്പി ഒന്നും ആക്കണ്ട. ചെറിയ ലൈറ്റ് കളർ ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആക്കി എടുക്കുക. മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാമെങ്കിൽ അത് ചെറുതായിട്ട് ബ്രൗൺ ആയി കിട്ടും. ഒത്തിരി അങ്ങ് ക്രിസ്പിനെസ് ആക്കണ്ട. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തു. നല്ലതല്ലേ നമ്മളുടെ തിരങ്ക പോലെ പതാക പോലെ കാണാനല്ലേ, ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ഗ്രീൻ. അപ്പോൾ ഞാനിവിടെ ഒരു അല്പം ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു 1 സ്പൂൺ ഓഫ് നമ്മളുടെ സ്പ്രിംഗ് ഓണിയൻ ഗ്രീന്. ഇത് ജസ്റ്റ് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരൊക്കെ, ചൈനീസ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ഈ ഇങ്ങനെ നീളത്തിൽ ലെങ്തിലരിഞ്ഞ് നമ്മളുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് കുറച്ച് ടേസ്റ്റിന് വേണ്ടി ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഒരു ഇങ്ങനെ ലോങ് സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ ഒരല്പം ക്യാരറ്റ്. ഈ ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്യുന്നത് ഹെൽത്തിയാണ്. പിന്നെ നമ്മളുടെ ഒരു ഇന്ത്യൻ വെർഷൻ പാസ്ത ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് നമ്മളുടെ സോസ് ഇവിടെ ഞാൻ അത് അരച്ചെടുത്തു. ടൊമാറ്റോയും നമ്മളുടെ കശ്മീരി ചില്ലിയും കൂടെ. എന്നാ കളറാണെന്ന് നോക്കിയാൽ റെഡ് കളറല്ലേ. അപ്പോൾ റെഡ് സോസ് പാസ്തയ്ക്ക് റെഡ് സോസ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മളുടെ പാസ്ത ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് നമ്മളുടെ സവാള നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ ബ്രൗൺ ആക്കരുത്. അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിലോട്ട് നമ്മളുടെ ഈ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കശ്മീരി ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിവിടെ കുറച്ച് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളമയം ഒന്ന് പറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കുറച്ച് സോൾട്ട്. ടൊമാറ്റോ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സോൾട്ട് ആഡ് ചെയ്യാറുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഈ സോൾട്ട് ആഡ് ചെയ്യുമ്പം പാസ്തയിൽ നമ്മൾ സോൾട്ട് ഇട്ടിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് കൂടി പോകരുത്. അപ്പോൾ ഒന്ന് അടച്ചു വെക്കുക. ഒരു 2 to 3 മിനിറ്റ്. കംപ്ലീറ്റ് അങ്ങ് ഡ്രൈ ആക്കരുത്, സാധാരണ സബ്ജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ നമ്മളുടെ ടൊമാറ്റോയിൽ നിന്ന് വെള്ളം കുറേശ്ശെയായിട്ടൊന്ന് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് പറ്റിക്കരുത് കേട്ടോ, ഇനിയും വെള്ളമുണ്ട് അതിൽ. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് വേണം ഇത് പറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മളുടെ ഈ ക്യാരറ്റ് ആഡ് ചെയ്യാം. ഒരുപാട് വേവിക്കേണ്ട ക്യാരറ്റ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ആഡ് ചെയ്യണ്ട, നമുക്ക് പിന്നെ വേവാൻ സമയം എടുക്കില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ സമയത്ത് ലാസ്റ്റിൽ ഇട്ടാൽ മതി, ഒന്ന് വാങ്ങുന്നതിന് മുന്നേ. ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരല്പം കുരുമുളക് ആഡ് ചെയ്യുക. കുരുമുളക് പൊടിച്ചത് അല്ലെ ക്രഷ് ചെയ്തത്. ഒരുപാട് ആഡ് ചെയ്യേണ്ട, ഓൾറെഡി എരിവുണ്ട്. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒറേഗാനോ. നമുക്കിങ്ങനെ ഇറ്റാലിയൻ സ്പൈസസ് ഹെർബ്സ് വാങ്ങാൻ കിട്ടും. ഒറേഗാനോ ആണ് ആഡ് ചെയ്യുന്നത്. ഒറേഗാനോ ഒരുപാട് വേണ്ട, ഒരല്പം. ഇത് നല്ല മണം പാസ്തയിലും പിസയിലും ഒക്കെ തരിക. ഒരല്പം ഒറേഗാനോ.
ഇനി നമുക്ക് ഒരല്പം പാഴ്സ്ലി ആഡ് ചെയ്യുക, അല്ലെ ബസിൽ ആഡ് ചെയ്യുക. ബസിൽ എൻ്റെ അടുത്തില്ല ഇപ്പം പാഴ്സ്ലി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഇറ്റാലിയൻ ഹെർബ്സ് മിക്സ് വാങ്ങാൻ കിട്ടും നമുക്ക്, അത് ആഡ് ചെയ്യാം. ഒരു ലിറ്റിൽ ബിറ്റ് നമുക്ക് നമ്മളുടെ ക്രഷ്ഡ് റെഡ് ചില്ലി, എ പിഞ്ച്, നോട്ട് മച്ച്, ജസ്റ്റ് 1 സ്പൂൺ ഓഫ് ഷുഗർ. ആ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, നമ്മുടെ ഈ സോസ് ശരിക്കും വെന്തു, കുറച്ച് കട്ടിയായിട്ടുണ്ട്. നമ്മളുടെ ആ ക്യാരറ്റ് ഒന്ന് വഴണ്ടിട്ടുണ്ട്. ചെറുതായിട്ട് വെന്താൽ മതി ക്യാരറ്റ്, ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, ഒത്തിരി അങ്ങ് വേവണ്ട. ചെറിയ ക്രിസ്മസ് ഉണ്ടായിരിക്കണം ക്യാരറ്റിൽ. അപ്പൊ ഇത് ശരിക്കും ഈ സോസ് ഒന്ന് ചെറുതായിട്ട് കട്ടിയായി വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് വേണം നമുക്ക് ഈ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാൻ. ഈ പാസ്ത ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സെപ്പറേറ്റ് ആക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യണം നമുക്കിനി. അപ്പോൾ എൻ്റെ പാന് അല്പം ചെറുതായിപ്പോയി, പാസ്ത കൂടുതലാണ്. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ. പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ, ഒരുപാട് അങ്ങ് ഇതാകരുത്. ഇപ്പം ഫ്ലെയിം കൂട്ടി വെക്കരുത്. ആ പാസ്ത റെഡ് സോസിൽ ഇങ്ങനെ എന്താ പറയുക, കവർ ചെയ്ത് കിടക്കണം. അപ്പോൾ അതങ്ങനെ ജ്യൂസി പാസ്തയായിട്ട് കിടക്കണം. അപ്പോൾ ഡ്രൈ ആയി പോകാതെ നോക്കുക. നമുക്കൊരു ഫോർക്ക് പോലുള്ള ഇതെടുത്തിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആ ഒരു ഇതില്ലേ കട്ട് ചെയ്ത് വെച്ചിരുന്നത്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം അതങ്ങ് നമുക്ക് വഴറ്റേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അന്നേരം ആഡ് ചെയ്യാതിരുന്നത്. ഈ സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. സോൾട്ടോ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഹെർബ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് വേണം ആഡ് ചെയ്യാൻ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക, ലോ ഫ്ലെയിമിൽ. എന്തിനെന്ന് വെച്ചാൽ ഈ സോസൊക്കെ ആ പാസ്തയിൽ അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിത് സെർവ് ചെയ്യാം. വാവ്, ജ്യൂസി ടേസ്റ്റി ഡിലീഷ്യസ് പാസ്ത ഈസ് റെഡി. അപ്പോൾ നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ജസ്റ്റ് സ്പ്രിങ്കിൾ സം. ദിസ് ഈസ് ഓപ്ഷണൽ. പാസ്തയ്ക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ കൊണ്ട് ഗാർണിഷ് ചെയ്തില്ലല്ലോ, ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം. വാവ്, നല്ല ഗരമാഗരം പാസ്ത. ആഹാ. ഇനി ഇതിലെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ, ഓപ്ഷണലാണ്, ഈ ചൂട് പാസ്തയുടെ പുറത്ത് നമുക്കൊരല്പം ഏതെങ്കിലും ഒരു ചീസ്, ഞാനൊരല്പം മോസറെല്ല ചീസാണ് ഇടുന്നത്, ഒരല്പം മോസറെല്ല ചീസ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. നമ്മളതിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് വരുമോ, അതപ്പം അങ്ങനെ ഒന്ന് മെൽറ്റഡ് ആയിട്ട് അപ്പം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്ത് പിന്നെയും ചൂട് പാസ്ത ഇട്ട് കൊടുക്കുക. യെസ്, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. Isn't it looking yummy, delicious red pasta? ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സാധാരണ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഇന്ത്യൻ പാസ്തയല്ല, മറ്റു പാസ്ത കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല ഇതിന്. അപ്പം നമ്മളുടെ ടേസ്റ്റി ഡിലീഷ്യസ് പാസ്ത ഈസ് റെഡി. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ഒരല്പം കൂടെ ചീസ് നമ്മൾക്ക് ഇഷ്ടം കൊടുക്കാം. ഞാനിവിടെ മോസറെല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാർമേസൻ ചീസ് യൂസ് ചെയ്യാം, ഏത് ചീസ് വേണേലും യൂസ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്തിടാം. ഇതിപ്പം ഞാൻ ഗ്രേറ്റഡ് ചീസാണ് വാങ്ങിയത്. ജസ്റ്റ് ഓപ്ഷണലാണ്, ബിക്കോസ് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. Here I have made an Indian version of red sauce pasta. So I have added little carrot and this spring onion. So hope everyone likes today's very tasty delicious red sauce pasta.
അപ്പോൾ എല്ലാവരും മറക്കാതെ ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആൻഡ് സിമ്പിൾ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഷെയറിംഗ്, കീപ് സബ്സ്ക്രൈബിംഗ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകളും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. നിങ്ങളുടെ വ്യൂസ് ആണ് ആവശ്യം. അപ്പോൾ വീഡിയോസ് കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് യെറ്റ്, please don't forget to subscribe my channel. Thank you so much for watching. Keep sharing. Please don't forget to press the bell icon too to get the notifications. Eat healthy, stay healthy. Thank you. അടിയിൽ നിന്ന് പാസ്ത ഇങ്ങോട്ടിട്ട് അല്ലേ, അതാ വലിയുന്നുണ്ടാവും. നമ്മൾ ഇട്ട ചീസ് കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നുണ്ട്, കണ്ടില്ലേ? യെസ്.